നമസ്കാരം. കൺമുന്നിൽ പണം വാരി വിതറിയിരിക്കുന്നു. ആവശ്യമുള്ളത് വാരിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? കേൾക്കുമ്പോൾ സാങ്കല്പികമായ ഒരു ചോദ്യമെന്നോ അല്ലെങ്കിൽ ഒരു കഥയെന്നോ മറ്റാകും തോന്നുക. എന്നാൽ ചൈനയിലെ ഒരു കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് നൽകിയ വ്യത്യസ്തമായ ഒരു സമ്മാനമായിരുന്നു ഇത്. ചൈനീസ് കമ്പനിയായ ഹെനാൻ കുവാങ്ഷാൻ ക്രെയിൻ കമ്പനി ലിമിറ്റഡ് ഫെബ്രുവരി 13 നടന്ന വാർഷികാഘോഷത്തിൽ ജീവനക്കാർക്ക് $26 ദശലക്ഷം ബോണസായി നൽകിയത്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 200 കോടിക്ക് മുകളിൽ വരും ഇത്. 800 മേശകളിലായി പണം കൂട്ടിയിട്ടതിന് ശേഷം ജീവനക്കാർക്ക് ഇഷ്ടമുള്ള അത്രയും തുകയെടുക്കാൻ അവസരം നൽകുകയായിരുന്നു. ഏകദേശം 7000 ജീവനക്കാർ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. വർണ്ണാഭമായ ലൈറ്റുകൾക്ക് താഴെ മേശപ്പുറത്തെ പണക്കൂമ്പാരത്തിലേക്ക് ആവേശത്തോടെ നോക്കി നിൽക്കുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജീവനക്കാരൻ മാത്രം കയ്യിൽ വാരിക്കൊണ്ടുപോയത് ഏകദേശം $13000 കൊറിയൻ പത്രമായ ജോസിൻ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. ആഘോഷത്തിനിടെ കമ്പനി മേധാവി ക്യു പെയ്ജുൻ നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു: നമ്മൾ എന്തിനാണ് വാഷിംഗ് മെഷീനുകൾ സമ്മാനമായി നൽകുന്നത്? സ്വർണ്ണവില കൂടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ മാലകളും മോതിരങ്ങളുമാണ് നൽകിയത്. എന്നാൽ ഇത്തവണ ആ പണം എടുത്ത് എല്ലാവർക്കും 20,000 യുവാൻ വീതം അധികമായി നൽകൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ് പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കാതെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട് നൽകുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും ഇങ്ങനെയായിരുന്നു: ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറാത്തത് എന്താണെന്ന് ചിലർ ചോദിക്കുന്നു. എന്നാൽ അങ്ങനെയാകുമ്പോൾ അത് വെറും അക്കങ്ങൾ മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ജീവനക്കാർക്ക് 20,000 യുവാൻ അധികമായി നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. 2002 സ്ഥാപിതമായ ഹെനാൻ കുവാങ്ഷാൻ ക്രെയിൻ കമ്പനി ലിമിറ്റഡ് ക്രെയിനുകൾ നിർമ്മിക്കുകയും വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള 130-ലധികം രാജ്യങ്ങളിൽ ഇവർക്ക് ബിസിനസ് ശൃംഖലകളുണ്ട്. കമ്പനിയുടെ 98.88% ഓഹരികളും കുയി പെയ്ജുവിൻ്റെ പേരിലാണ്. തൻ്റെ ലാഭവിഹിതത്തിൻ്റെ വലിയൊരു ഭാഗം ജീവനക്കാർക്ക് തിരികെ നൽകുന്നതിലൂടെ ജീവനക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത കൂടിയാണ് തെളിയുന്നത്. തൻ്റെ ജീവനക്കാരോട് ഉദാരമായ സമീപനം പുലർത്തുന്ന ഒരു ചരിത്രമാണ് ഈ കമ്പനിക്കുള്ളത്. 2024 കമ്പനി $38 ദശലക്ഷം അറ്റാദായം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏകദേശം $24 ദശലക്ഷം ജീവനക്കാർക്കാണ് നൽകിയത്. 2023 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 40 ജീവനക്കാർക്കായി കമ്പനി $8.5 ദശലക്ഷം സമ്മാനമായി നൽകി. ഇതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച 3 പേർക്ക് $7,30,000 വീതമാണ് ലഭിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏകദേശം 2000 വനിതാ ജീവനക്കാർക്കായി $2,30,000 ബോണസായി നൽകി. തന്റെ ജീവനക്കാർക്ക് ഇത്രയധികം തുക നൽകുന്നതിന് പിന്നിലെ പ്രചോദനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് പണം വാരിക്കോരി നൽകാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് ഇന്നത്തെ യുവാക്കൾ കാർ ലോണുകളുടെയും വീട് നിർമ്മാണ വായ്പകളുടെയും ഭാരത്തിനിടയിലാണ്. നമ്മൾ നൽകുന്ന ചെറിയ സഹായം പോലും അവർക്ക് വലിയ ആശ്വാസമാകും. 2022 കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള 4000-ലധികം സർവകലാശാല വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം $4.7 ദശലക്ഷം സഹായധനമായി നൽകിയിരുന്നു. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുടുംബത്തിന് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആൾ കൂടിയാണ് പെയ്ജുൻ. ദാരിദ്ര്യം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പാടുള്ളതല്ല. മോശമായ ജീവിത സാഹചര്യങ്ങൾ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടരുത് എന്നാണ് തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാചാലനാകുന്നത്. വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം 1977 മുതൽ ഓരോ വർഷവും GDP വളർച്ചയുടെ കാര്യത്തിൽ ചൈന UK-യും US-നെയും മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2024 ചൈന 5% വാർഷിക വളർച്ച കൈവരിച്ചു. ഇതേ കാലയളവിൽ US 2.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ UK-യുടെ GDP വളർച്ച വെറും 1.1% മാത്രമായിരുന്നു. ജനുവരിയിൽ പുറത്തിറക്കിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കുന്നത് 2026 UK-യുടെ വളർച്ച 1.3% മാത്രമായിരിക്കുമെന്നും എന്നാൽ ചൈന 4.5% വളർച്ച കൈവരിക്കുമെന്നുമാണ്. ഇത്രയൊക്കെയാണെങ്കിലും പ്രതിശീർഷ GDP-യുടെ കാര്യത്തിൽ ചൈന ഇപ്പോഴും UK-യെക്കാളും US-നേക്കാളും ഏറെ പിന്നിലാണ്. ഒരു രാജ്യത്തെ ജീവിത നിലവാരം അളക്കുന്നതിനുള്ള മാനദണ്ഡമായിട്ടാണ് സാധാരണയായി ഈ കണക്കിനെ കണക്കാക്കുന്നത്.